ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ട് ഈസി സ്നാക്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് വന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമേ ചേട്ടൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് 2 എഗ്ഗാണ് അപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1 എഗ്ഗ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ആൾ കൂടുതലുള്ളതുകൊണ്ട് 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ 2 പേരൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 എഗ്ഗ് മതി കേട്ടോ. ഇപ്പോൾ ഞാൻ 2 എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എഗ്ഗ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് അപ്പോൾ നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യം പോലെ ഇതുപോലെ നല്ല ലൂസാക്കി ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാനും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഓംലെറ്റിനൊക്കെ അരിയണപ്പോൾ നല്ല ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞ് കൊടുക്കുക കേട്ടോ. നൈസായിട്ട് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് നിങ്ങൾക്ക് ആക്കിയെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് ചെറുതായി കിട്ടും. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുത്തത് ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതും 2 പച്ചമുളക് ഇതുപോലെ നല്ല സ്ലൈസാക്കി തന്നെ അരിഞ്ഞ് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ്. ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഒരു നുള്ള ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കട്ടകളില്ലാതെ തന്നെ ആ കടലമാവിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ലൂസാക്കി എടുക്കണം. നമ്മൾ ഓൾറെഡി എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ കടലമാവ് കട്ടകളില്ലാതെ തന്നെ കുറച്ച് ലൂസാക്കി എടുക്കണം കേട്ടോ. ഒരുപാട് ലൂസില്ലാതെ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ഒഴിക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് ലൂസായി പോവില്ല. ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ ഒഴിച്ചിരുന്ന സ്പൂൺ പറഞ്ഞാൽ നമ്മൾ കുറച്ച് കുണ്ടുള്ള പോലത്തെ സ്പൂണായിട്ട് എടുത്തിരിക്കുന്നത്. അതെങ്ങനെ എടുത്തിട്ട് കുറച്ച് ചെറിയതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ പാനിൽ കൊള്ളുന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഒക്കെ കൂടി ഇങ്ങനെ കൂട്ടി ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ചെറിയതാക്കി ഒഴിച്ച് കൊടുക്കുക. ഞാൻ അപ്പോൾ ഒരു 5 എണ്ണം ഇവിടെ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിലിടാം, ഹൈയിലിടണ്ട. മീഡിയത്തിലിട്ട് നമുക്ക് ആദ്യം ഒഴിച്ച് കൊടുത്തത് ഇതുപോലെ ആയിട്ടുണ്ടാവും കേട്ടോ. ആദ്യം ഒഴിച്ച് കൊടുത്തത് പെട്ടെന്നായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് മറിച്ചിട്ട് വേണം. അങ്ങനെ ഓരോന്നിരുന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഇതാക്കുന്നുണ്ട് പെട്ടെന്ന് അവനെ ആവി കിട്ടും. നമ്മൾ ആംബ്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ അതാ ഇട്ട് കൊടുത്തത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സൈഡ് കറക്റ്റ് ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിലിടുക, ഹൈയിലിടണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി തീരുകയും ചെയ്യും. പിന്നെ ആദ്യത്തെ ട്രിപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സെയിം നമ്മൾ ആദ്യം എങ്ങനെ ഒഴിച്ചത് അതുപോലെ തന്നെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതാവുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് അതിങ്ങനെ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പക്കടൊക്കെ നമ്മൾ ഒരു ബൗൾക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഒരു കാശ്മീരി ചില്ലിയാണെങ്കിൽ ഇതിനുള്ളിൽ മുളക് പൊടി ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വെല്ലം നുള്ളുന്ന രീതിയിലിട്ട് ഒരുപാട് നുള്ളരുത് എന്നുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികളുണ്ടെങ്കിൽ കഴിക്കുന്നവരാണെങ്കിൽ അധികം എരിവൊന്നും ഇട്ട് കൊടുക്കണ്ട. അതിന് ശേഷം ഇതുപോലെ തന്നെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും അതായി കിട്ടും. അപ്പോൾ നമ്മളെ എഗ്ഗ് പക്കോട റെഡി ആയിട്ടുണ്ട്. ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചായ ഇല്ലെങ്കിലും വെറുതെ ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ കടൽമാവൊക്കെ ചേർത്തുണ്ടാക്കിയത് തന്നെ ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. കഴിക്കാൻ കുറച്ച് കടലമാവ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ക്രിസ്പി പോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.